ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്ക് തോന്നുന്നു സമീപകാലത്തായി അല്ലെങ്കിൽ എന്താ പറയുക C5 എന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ ആദ്യമായിട്ട് അവരെ ഭാഗത്തു നിന്നും ഒരു വെബ് സീരീസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. കമ്മട്ടം എന്ന് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 6-ാം തീയതിയാണ് റിലീസ് ചെയ്തത് കമ്മട്ടം എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ തീർച്ചയായും അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് റിവ്യൂ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഷാൻ തുളസീധരനാണ് ചിത്രം ഡയറക്ഷൻ, ഷംസുദ്ദീനാണ് തിരക്കഥ. കാശി നോക്കി കഴിഞ്ഞാൽ സുദേവ് നായർ, ഇപ്പോൾ തന്നെ അജയ് വാസ്തവ് തുടങ്ങിയ പ്രധാനമായും കാശിയായി വന്നിട്ടുള്ളത്. ഇത്ര പേരാണ്. ബാക്കിയൊക്കെ ഒരുപാട് പുതുമുഖങ്ങൾ തന്നെയാണ്. നമ്മൾ മലയാള സിനിമയൊക്കെ അത്ര ഏറെ മുഖപരിചയമില്ലാത്ത വ്യക്തികളും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് വ്യക്തികളുടെ പേര് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. കമ്മട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ത്രില്ലിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ത്രില്ലിംഗ് എപ്പിസോഡ് തന്നെയാണ്. ഒരു കൊലപാതകം അതുമായി മുന്നോട്ട് നിന്ന് ആര് എന്തിനു വേണ്ടി അന്വേഷിക്കുന്നതാണ് ഇതിൻ്റെ കണ്ടൻറ്റ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ടോട്ടലി നോക്കുമ്പോൾ മൊത്തം 6 എപ്പിസോഡാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു എപ്പിസോഡ് 23 മിനിറ്റ്, പിന്നെ 12-16 അങ്ങനെ മിനിറ്റ് നീളമെങ്കിൽ പോലും ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിലിം കാണുന്ന ഡ്യൂറേഷൻ മാത്രമുള്ള 2 മണിക്കൂറിൻ്റെ അടുത്തേ വരുന്നുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ കമ്മട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ തുടക്കം തന്നെ ഒരു വ്യക്തി കൊല ചെയ്യപ്പെടുകയും ഒരു പോലീസ് അന്വേഷണമായി മുന്നോട്ട് പോകുന്നുണ്ട്. പൂർണ്ണമായിട്ടും എന്തിനു വേണ്ടി എന്നുള്ള അന്വേഷണമാണ് 6 എപ്പിസോഡിലും കണ്ടിന്യൂ ആയി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവായി പറയാനുള്ള ഘടകം എന്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എത്തിക്കപ്പെടുന്നുള്ള ബാൻഡ് സ്കോർ വളരെ പതിയെ പറഞ്ഞു പോകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും പശ്ചാത്തലം വരുന്ന സീൻസും ബാക്ക്ഗ്രൗണ്ടായി വരുന്ന പല സീനിയാരിറ്റികളും അത്യാവശ്യം കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ നെഗറ്റീവോട് കിടക്കുമ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒട്ടും തന്നെ കൺവിൻസിങ് ആവാതെ, അല്ലെങ്കിൽ ആ കഥാപാത്രം ഒട്ടും തന്നെ ചേരാത്ത, അല്ലെങ്കിൽ ഇമോഷണലി ആണെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയുക, കഥാപാത്രം കുറച്ചും കൂടി വ്യക്തിഗത വൈരാഗ്യത തോന്നുന്ന തരത്തിൽ പോലും ഒരു വ്യക്തികൾ പോലും ചേരുന്നുള്ളതാണ് ഏറ്റവും വലിയ നെഗറ്റീവായി എനിക്ക് പെട്ടത്. ആ നെഗറ്റീവ് അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ ഒരു പൂർണ്ണതയ്ക്ക് എത്തിക്കാൻ വേണ്ടി കാസ്റ്റിങ്ങിൽ കുറച്ചും കൂടി ബെറ്റർ വരുത്താമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി കാണാമായിരുന്നു, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഇമ്പാക്റ്റ് കിട്ടിയേനെ. മറ്റൊരു കാര്യം നോക്കിയാൽ നായകനായിട്ട് വന്നുള്ള സുദേവ് നായർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അദ്ദേഹം വില്ലനായിട്ടും സഹനടനായിട്ടും നമ്മൾ പല ചിത്രത്തിലും കണ്ട്, എസ്പെഷ്യലി ഭീഷ്മപർവം എന്ന് പറഞ്ഞ ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്തിരുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ്ങിനുള്ള പോരായ്മ, മുഖത്തുള്ള എക്സ്പ്രഷൻ പ്രശ്നം തന്നെയാണ് ഇതിലും പറയാനുള്ളത്. ഒട്ടും തന്നെ ചേരാത്ത ഒരു പോലീസായിട്ടുള്ള കഥാപാത്രം, മാസമായി പറയുന്ന പല ഡയലോഗ് നമുക്ക് ചിരിയാണ് വന്നിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ആ മുഖത്തോട് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിൻ്റെ പ്രശ്നമായിരിക്കാം, മുഖത്തിൻ്റെ എക്സ്പ്രഷനിൽ വരുന്ന പ്രശ്നമായിരിക്കാം, സൗണ്ടിലുള്ള വരുന്ന മോഡേഷൻ പ്രശ്നമായിരിക്കാം, ഒട്ടും തന്നെ ചേരാത്ത പോലെ മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടായി വന്നുള്ള പോലീസുകാരാണ്, ഇത് തന്നെയാണ് അവസ്ഥ. വില്ലനെ നോക്കി കഴിഞ്ഞാൽ പക്ക ഒരു കോമഡി പീസാക്കി കളഞ്ഞിട്ടുള്ള വില്ലൻ തന്നെയാണ്. ഇതിൽ പിന്നെ അജയ് വാസ്തവ് വന്നിട്ടുണ്ട്. വയ്ക്കുന്നു ഷെയർലോക്ക്, അതുപോലെ തന്നെ രാജാതിരാജ സമ്മാനിച്ചുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചു പോകുന്ന തരത്തിലാണ് ഇതിലും വന്നിട്ട്. തന്നെ സമീപകാലത്ത് എനിക്ക് തോന്നും ഇത്രയേറെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ഡയറക്ടർ വേറെ ഉണ്ടാവില്ല. അദ്ദേഹം ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്തോ. അതുപോലെ തന്നെ വില്ലൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ മലയാള സിനിമയിൽ പല സീരിയസ് കോമഡി റോളുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയും ഇതിൽ ഇമ്പോർട്ടൻ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തലവേദന പിടിക്കും. ഇതിൽ മരണപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയുടെ മകളായി വരുന്ന ഒരു വ്യക്തിയുണ്ട്. തിരിച്ചിട്ട് പെൺകുട്ടി എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ചോദിച്ചു പോകുകയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയുക, വെറുപ്പിക്കൽ തന്നെയാണ്. എന്താ പറയുക, അതിൽ മാനസിക വിഭ്രാന്തി എന്ന് പറഞ്ഞ അത് പിടിച്ചിട്ടുള്ള പോലെ, അല്ലെങ്കിൽ ഗ്രഹിണി പിടിച്ച പിള്ളേരെ പോലെ തന്നെയാണ് പെൺകുട്ടിയുടെ പ്രകടനം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലൊരു വില്ലൻ്റെ ഒരു ചെറിയൊരു ഇതായിട്ട് വരുന്ന ഒരു കഥാപാത്രം വരുന്നുണ്ട്. അവർ എല്ലാവരും തന്നെയായിരുന്നു. സ്ത്രീ കഥാപാത്രമാണ്, ചെറിയ സ്പേസിലേ ഉള്ളൂ. ബാക്കിയെല്ലാം നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്താ പറയുക, ഈ പ്രകടനത്തിൻ്റെ അതിൽ കാസ്റ്റിംഗ് വളരെ നല്ല രീതിയിൽ വീക്ക് തന്നെയായിരുന്നു. തിരക്കഥ എടുത്ത് പറഞ്ഞ തിരക്കഥ വളരെ മോശമായിട്ടുള്ള തിരക്കഥ തന്നെയാണ്. സാധാരണ നമ്മളൊരു ഫിലിമോ വെബ് സീരീസോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിലേതൊരു ഘടകം വളരെ മുന്നോട്ട് നിൽക്കും. ചില ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും തിരക്കഥ വളരെ വീക്കാണെങ്കിൽ പോലും ആ പ്രകടനങ്ങൾ കൊണ്ട് നമ്മളത് മറികടക്കാൻ ശ്രമിക്കാറുണ്ട്. മറ്റു ചില നോക്കുമ്പോൾ പ്രകടനം മോശമാണെങ്കിൽ തിരക്കഥ കൊണ്ട് അതിനേക്കാൾ മറിവയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. തിരിച്ചെടുത്ത് രണ്ടും മോശമായതുകൊണ്ട് തന്നെ എനിക്കൊരു ബിലോ എവറേജ് അനുഭവമായിട്ട് തന്നെയാണ് കമ്മട്ടം എന്ന് പറയുന്ന സീരീസ് തോന്നിയിട്ടുള്ളൂ. എന്നാലും C5 ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സംരംഭം, അല്ലെങ്കിൽ മലയാളം ഒരു സീരീസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രചോദനം നമുക്ക് ഉൾക്കൊള്ളാൻ തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് കണ്ടു നോക്കാമെന്നാണ്, സമയമുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല. അത്യാവശ്യം എന്താ പറയുക, ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അത് കൂടുതലായി ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ടൈം വാച്ചിന് വേണ്ടി കാണാൻ വേണ്ടി മാത്രം വേണമെന്ന് ഒന്ന് ശ്രമിച്ച് നോക്കാം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കമ്മട്ടം എന്ന് പറയുന്ന ഒരു സീരീസ് എനിക്കൊരു വീഡിയോ എവറേജ് അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം അതാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. ആയിരിക്കും. ബൈ.